ഹലോ നമസ്കാരം. സൈലം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പൊ അവസാനം നമ്മൾ വർഷങ്ങളായിട്ട് കാത്തുകൊണ്ടിരുന്ന KS വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ KS നോട്ടിഫിക്കേഷൻ അവസാനം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഈ KS നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും അറിയാം, കേരളത്തിന്റെ സ്വന്തം IAS ആണ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് നമ്മൾ ഓമന പേരോടുകൂടി നമ്മൾ വിളിക്കുന്ന നമ്മുടെ KS അല്ലെ. അപ്പൊ നോക്ക്, നമ്മുടെ എന്താ പറയാ, ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഒരു ഫീഡർ സർവീസ് ആയിട്ടൊക്കെ നിലനിൽക്കുന്ന കേരളത്തിന്റെ സ്വന്തം ആണ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ നമ്പർ 309 ഈ സംസ്ഥാന നിയമസഭകൾക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗപ്രദമാക്കിക്കൊണ്ട് നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്നതാണ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് അല്ലെ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കേസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇന്ന് വന്നിരുന്നത്. ഓൾറെഡി തന്നെ PSC പറഞ്ഞിട്ടുണ്ടായിരുന്നു KS നോട്ടിഫിക്കേഷൻ ഈ 7-ാം തീയതി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7-ാം തീയതി തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. താമസിക്കാതെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആണ് ശരി, നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും വരും കേട്ടോ. അപ്പൊ ആരും ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട. നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിൽ കാണാൻ പറ്റുന്നില്ലല്ലോ, ലിങ്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. താമസിക്കാതെ നിങ്ങളുടെ പ്രൊഫൈൽ എന്ത് ചെയ്യും വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് PSC ഈ KS നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്ന് നമുക്ക് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം കേട്ടോ. യെസ്, അപ്പൊ നോക്ക്, നമ്മ ഗസറ്റഡ് തീയതി നമുക്ക് എന്ന് മുതൽ നമുക്ക് അപേക്ഷിച്ച് തുടങ്ങാം. ആ ഒരു ഗസറ്റഡ് തീയതിയായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7/3/2025 ആണ് ഗസറ്റഡ് തീയതിയായിട്ട് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പരീക്ഷയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ മാസം 9-ാം തീയതി ബുധനാഴ്ച രാത്രി 12 മണി വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. രാത്രി 12 മണി വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ അധികമായിട്ട് സമയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് എന്ന് കരുതി നിങ്ങൾ അവസാന നിമിഷത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇരിക്കേണ്ട. ചിലപ്പോൾ PSC സൈറ്റുകൾ ഹാങ് ആയി പോവുകയാണ് എന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി എന്നുള്ള അവസ്ഥ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. യെസ്, അപ്പൊ അതേപോലെ നമ്മളെ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് PSCയിൽ പ്രൊഫൈൽ ഇല്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ PSCയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് എടുത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് PSC അത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഹൈലൈറ്റ് ആയിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അതായത് നോക്കിക്കട്ടെ, 1/1/2022 മുതൽ പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്തുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതിനു മുമ്പ് PSC ഒരു പത്രക്കുറിപ്പായിട്ട് നമ്മളെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ KSന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരും അത് പ്രത്യേകം എന്ത് ചെയ്യാം നോട്ട് ചെയ്യാം. നമ്മുടെ ആവശ്യമില്ലാതെ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്ന സിറ്റുവേഷൻ നമുക്ക് വരണ്ട. അപ്പൊ ഒരിക്കൽ കൂടി നോക്കാം, 1/1/2022 മുതൽ പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 6 മാസത്തിനിടയിൽ എടുത്ത പ്രൊഫൈൽ പിക്ചർ വേണം അവർ എന്ത് ചെയ്യാൻ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തതിനൊക്കെ ശേഷം നിങ്ങൾ അതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി ഒക്കെ സോഫ്റ്റ് കോപ്പി എടുത്ത് വെക്കുന്നോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട് പ്രിന്റ് എടുത്ത് വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് PSC നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇനി നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം എന്ന രീതിയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്. കാറ്റഗറി നമ്പർ പറഞ്ഞിരിക്കുന്നുണ്ട് 1/2025, 3/2025 എന്നാണ് കാറ്റഗറി നമ്പർ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വകുപ്പ് എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെ. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് KS എന്നൊക്കെ നമ്മൾ സിവിൽ സർവീസ് ഒക്കെ പഠിക്കുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികളൊക്കെ ഒരുപാട് നാളായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. PSC പഠിക്കുന്ന ആൾക്കാരും ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. എന്തായാലും നമ്മൾ സിവിൽ സർവീസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ KSന്റെ പരീക്ഷ എഴുതാനായിട്ട് വരും. അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറഞ്ഞ മനോഹാരിത എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ശമ്പള സ്കെയിൽ തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തുടക്ക ശമ്പളത്തെക്കാട്ടിലും തന്നെ ശമ്പളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ജോലിയിലേക്ക് പ്രവേശിക്കുക അന്ന് നമ്മുടെ പത്രങ്ങളിലേക്ക് മെയിൻ ഒരു വാർത്തയായിട്ട് വന്നതായിരുന്നു ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെ. അതുകൊണ്ട് സിവിൽ സർവീസുകാര് വന്ന് KS പരീക്ഷ എഴുതുന്നു. ഞങ്ങൾ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് KS പരീക്ഷ എഴുതിയാൽ
ജയിച്ച് ജോലിയിലേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന ടെൻഷനൊന്നും വേണ്ട. എല്ലാവർക്കും എന്താണ് ഒരേപോലെ പഠിച്ച് എഴുതാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് ആര് നൽകിയിരിക്കുന്നത്, നമ്മുടെ PSC നൽകിയിരിക്കുന്നത് കേട്ടോ. സിലബസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. നമുക്കതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നോക്കട്ടെ, ഇതിന്റെ ഔദ്യോഗിക പേര് KAS ഓഫീസർ എന്നാണ്. ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 എന്നിങ്ങനെയാണ് 3 സ്ട്രീമുകളായിട്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ പരീക്ഷ എഴുതി കയറുന്ന ആൾക്കാർക്ക് നമുക്ക് സ്ട്രീം 1 ആണ് നമുക്ക് വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ശമ്പളം എത്രയാണ്? 77,200 മുതൽ 1,40,500 രൂപയാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, നമുക്ക് ആ ഒരു ശമ്പള സ്കെയിലായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒഴിവുകളുടെ എണ്ണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം 31 ഒഴിവുകളാണ് നമുക്കുള്ളത്. 31 ഒഴിവുകളാണ് നമുക്ക് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതിന് സ്ട്രീം 1 ആണെങ്കിൽ 11 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രീം 2ലേക്കാണെങ്കിൽ 10 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രീം 3ലേക്കാണെങ്കിലും 10 ഒഴിവുകളാണ് റിപ്പോർട്ട് നമുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തം നമുക്ക് എത്ര ഒഴിവുകളുണ്ട്? 31 ഒഴിവുകൾ നമുക്കുണ്ട്. കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് 100% നമുക്ക് അനുമാനിക്കാവുന്നതാണ്. പക്ഷെ ഇത് എന്ന് പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുകയാണ് എന്ന് ഈ പരീക്ഷ അപ്ലൈ ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് അടുത്ത വർഷത്തെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കേരള അഡ്മിനിസ്ട്രേഷന്റെ തലപ്പത്തിലേക്ക് നിങ്ങൾക്ക് എത്താവുന്ന ഒരവസരമാണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. ഈ അവസരം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത KS എന്ന് വരുമെന്നുള്ള കാര്യം ദൈവം തമ്പുരാന് പോലും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് കേട്ടോ. അപ്പൊ പഠിക്കാം കേട്ടോ, നല്ലതുപോലെ പഠിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് കയറി പോകാവുന്നതാണ്. ഇനി നിയമന രീതിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സ്ട്രീം 1 ആൾക്കാർക്കാണ് എന്നുണ്ടെങ്കിൽ സ്ട്രീം 1ന്റെ ആ ഒരു കാറ്റഗറി നമ്പറും പറഞ്ഞിട്ടുണ്ട്. നേരിട്ടുള്ള നിയമനമാണ്. അതായത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എന്നിങ്ങനെ 3 ഘട്ടങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രീം 1 ആൾക്കാർ ഈ ഒരു തസ്തികയിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അതായത് 11 തസ്തികയിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. കോമ്പറ്റീഷൻ വളരെ വളരെ ടൈറ്റ് ആണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അത് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. 11 ദിവസത്തേക്ക് വേണ്ടിയിട്ട് എത്ര ആൾക്കാരാണ് മത്സരിക്കാനായിട്ട് പോകുന്നത് നോക്കാം. അതായത് സ്ട്രീം 2ലേക്ക് വരികയാണെങ്കിൽ 2/2025 ആണ്. അവിടെ നമ്മുടെ കേരള സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിൽ പ്രൊബേഷൻ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാർക്കാണ്. അല്ലെങ്കിൽ സ്ഥിരാംഗങ്ങളായി ഫുൾ ടൈം മെമ്പേഴ്സ് ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനമാണ് നമ്മുടെ എവിടെ വരുന്നത്, നമ്മുടെ സ്ട്രീം 2ലേക്ക് നമുക്ക് കൊണ്ടുവരുന്നത്. ഇനി സ്ട്രീം 3ലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 3/2025 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അവിടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടം 2010 ഷെഡ്യൂൾ 1 പരാമർശിച്ച സർക്കാർ വകുപ്പിൽ 1ാം ഗസറ്റ് തസ്തികയിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ ഷെഡ്യൂൾ 1 പരാമർശിച്ച പൊതു കാറ്റഗറിയിൽ തത്തുല്യ തസ്തികയിൽ ഉദ്യോഗം വഹിക്കുന്നവരായ സർക്കാർ ജീവനക്കാരിൽ നിന്ന് നേരിട്ടുള്ള നിയമനമാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി ഒരു കുറിപ്പായിട്ട് PSC പറയുന്നുണ്ട്. ഈ വിജ്ഞാപനം പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ 1 വർഷം നിലവിലിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് KSന്റെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷമാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ PSC അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രായപരിധി എത്രയാണ് എന്നുള്ളത് അല്ലെ. നമുക്ക് നേരത്തെ തന്നെ KS2ന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വരേണ്ടതായിരുന്നു. കൊറോണ കാരണം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി പോയി. കഴിഞ്ഞ വർഷം 2023 പറയുന്നുണ്ടായിരുന്നു വരും എന്ന് പറയുന്നത്, പക്ഷെ വന്നില്ല അല്ലെ. അവസാനം 2025 അത് വന്നിരിക്കും. അപ്പൊ കുറെ ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഏജ് റിലാക്സേഷനോ മറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കുമെന്ന്. 32 വയസ്സ് വരെ ആയിരുന്നു ജനറൽ കാറ്റഗറി പറയുന്നത്. അത് കൂട്ടി 34, 35 ആക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനും ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്ട്രീം 1നാണ് എന്നുണ്ടെങ്കിൽ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ്. പഴയത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അവിടെ നമുക്ക് ഉദ്യോഗാർത്ഥികൾ 2/1/93, 1/1/2004 ആ ഒരു സമയത്തിനുള്ളിൽ ജനിച്ച ആൾക്കാരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ യൂഷ്വൽ ആയിട്ട് വരുന്ന നമ്മുടെ എന്താണ് ഏജ് റിലാക്സേഷനും മറ്റു കാര്യങ്ങളും എന്താണ് ബാധകമാണ് എന്ന് പറയുന്നുണ്ട്. സ്ട്രീം 2ലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 21 മുതൽ 40 വയസ്സ് വരെയാണ് അവിടെ പറയുന്നത്. അവിടെ 2/1/85 മുതൽ 1/1/2004 വരെയുള്ള ആ ഒരു ടൈമിനുള്ളിൽ ജനിച്ച ആൾക്കാരായിരിക്കും. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആണ്. അവിടെയും നമുക്ക് ഈ പറയുന്നതിന്റെ കൂട്ട് ഏജ് റിലാക്സേഷനും മറ്റു കാര്യങ്ങളും ലഭ്യമാണ്. സ്ട്രീം 3ലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ 1/1/2025 ഉദ്യോഗാർത്ഥി 50 വയസ്സ് തികയാൻ പാടില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, യൂഷ്വൽ ആയിട്ടുള്ള ഈ പറയുന്ന ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലാതുള്ള ഡിസബിലിറ്റീസിന്റെ കാര്യങ്ങൾ വെച്ചുള്ള റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്താ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. നമ്മുടെ PSCയുടെ സൈലം PSCയുടെ ടെലഗ്രാം ചാനലിലെല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കിയാൽ മതി കേട്ടോ. അതിനെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല.
യെസ്, ഇനി നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് നമുക്ക് ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ PSCയുടെ സൈറ്റിൽ കയറിയിട്ട് തന്നെ നിങ്ങളുടെ ഐഡിയും പാസ്വേഡും എല്ലാം കൊടുത്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നൗ ചെയ്ത് അപ്ലൈ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളൊരു സോഫ്റ്റ് കോപ്പിയൊക്കെ അതിന്റെ പ്രിന്റ് ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി തങ്ങളുടെ പ്രൊഫൈലിൽ 6 മാസത്തിന് ഉള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ ഏത് ഭാഷയിലാണ് ചോദ്യം ആവശ്യമാണ് എന്ന വിവരം ഉദ്യോഗ അപേക്ഷയെ രേഖപ്പെടുത്തുന്നു. നമുക്ക് ഈ പറയുന്നത് ബൈലിംഗ്വൽ ആയിട്ടാണ് നമുക്ക് എന്ത് എക്സാം നമുക്ക് നടക്കുക, ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, തമിഴ്. അതിനാൽ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേണമെന്നുള്ള കാര്യം നിങ്ങൾ അപേക്ഷ സമയത്ത് തന്നെ കൊടുക്കണം. എന്നാൽ ഇംഗ്ലീഷ് ഉറപ്പായിട്ട് അവിടെ കാണും, മലയാളമാണോ കന്നഡയാണോ തമിഴാണോ എന്ന് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന എക്സാമിന്റെ ആ ഒരു സ്കീമും ഷെഡ്യൂളിലേക്ക് പോകാം. നമുക്കറിയാം 3 ഘട്ടമുണ്ട്, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എന്നിങ്ങനെയാണ് നമുക്ക് പോകുന്നത്. അതിനകത്ത് പ്രിലിമിനറി ആണ് എന്നുണ്ടെങ്കിൽ 2 പേപ്പറായിട്ടാണ് നമ്മൾ നടക്കുക. പേപ്പർ 1, പേപ്പർ 2 ആണ്. അവിടെ പേപ്പർ 1-നകത്ത് നമുക്ക് ജനറൽ സ്റ്റഡീസ് 1 ആണ് പറയുന്നത്. OMR പരീക്ഷയാണ്, 100 മാർക്കാണ്, 1.5 മണിക്കൂർ പരീക്ഷയാണ് നടക്കുക. 1.5 മണിക്കൂർ പരീക്ഷയാണ് നടക്കുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷും മലയാളം തമിഴിലും കന്നഡയിലും ഉണ്ടായിരിക്കും. എക്സാമിന്റെ ഡേറ്റും കൃത്യമായിട്ട് പറയുന്നുണ്ട്, 2025 ജൂൺ മാസം 14-ാം തീയതി 4 noon സെഷനിലായിരിക്കും നടക്കുക എന്ന് പറയുന്നുണ്ട്. അതേ ദിവസം തന്നെ നമ്മുടെ പേപ്പർ 2 നമ്മൾ നടക്കും. പേപ്പർ 2-ൽ നമ്മൾ ജനറൽ സ്റ്റഡീസ് 1 ഉണ്ട്. പിന്നെ പാർട്ട് 2 നമുക്ക് ലാംഗ്വേജ് എഫിഷ്യൻസി, പാർട്ട് 3-ലും നമുക്ക് ലാംഗ്വേജ് എഫിഷ്യൻസി എന്ന രീതിയിലാണ് നമുക്ക് വരുന്നത്. അവിടെ 50 മാർക്ക് നമുക്ക് GK പോർഷൻസിൽ നമുക്ക് വരുന്നുണ്ട്. അവിടെ ഈ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, തമിഴ് എന്ന രീതിയിലാണ് വരിക. 1.5 മണിക്കൂറാണ് പരീക്ഷ നടക്കുന്നത്. നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി മലയാളം നമുക്ക് 30 മാർക്ക്, തമിഴ്, കന്നഡ 30 മാർക്ക്, ഇംഗ്ലീഷ് ആണെങ്കിൽ 20 മാർക്കിന് നമുക്ക് അവിടെ പറയുന്നുണ്ട്. അതേപോലെ ഈ എക്സാം നടക്കുന്നത് ജൂൺ 14-ാം തീയതി ആഫ്റ്റർനൂൺ സെഷൻ. അത് പേപ്പർ 1 പ്രിലിംസിന്റെ പേപ്പർ 1-ഉം പേപ്പർ 2 നമ്മൾ നടക്കുന്നത് ഒരേ ദിവസമാണ്, രാവിലെ വൈകിട്ടുമായിട്ടാണ് നടക്കുന്നത്. ഇനി മെയിൻസിലേക്ക് വരികയാണെങ്കിൽ അവിടെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്ന് പറഞ്ഞ 3 പേപ്പറുകൾ നമുക്കുണ്ട്. ആ ഓരോ പേപ്പറിനും പേര് കൊടുത്തിരിക്കുന്നത് ജനറൽ സ്റ്റഡീസ് 1, 2, 3 എന്നിങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. PSCയുടെ എന്താ പറയാ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് നമ്മുടെ KSന്റെ മെയിൻസ് എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റ് ഡിസ്ക്രിപ്റ്റീവ് ആവും എന്നൊക്കെ ചോദിച്ച് നടന്ന ആൾക്കാരുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് ആക്കിയില്ല, മേ ബി ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ആക്കിയെന്നിരിക്കാം. പക്ഷേ KS നമുക്ക് ആദ്യം നടന്നിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു മെയിൻസ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയും എന്ത് തന്നെയാണ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെയാണ് നമുക്ക് പോകുന്നത്. ഓക്കെ, 100 മാർക്കിന്റെ എക്സാംസ് ആയിട്ടാണ് നമുക്ക് നടക്കുക. 100 മാർക്കിന്റെ എക്സാംസ് ആയിട്ടാണ്. ഓരോ എക്സാമും നമുക്ക് 2 മണിക്കൂർ വെച്ചാണ് നമുക്ക് 5 മാർക്ക് 3 മാർക്ക് എന്ന രീതിയിലാണ് നമുക്ക് ഒരു മാർക്കിൻ ഡിവിഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ വരിക. ചിലപ്പോൾ മേ ബി ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാൻ വന്നിരിക്കാം. അല്ല നമ്മുടെ സിവിൽ സർവീസിനോട് 10 മാർക്ക് അങ്ങനെയുള്ള വലിയ മാർക്കിലൊക്കെ ഉള്ളത് നമുക്ക് പോകുന്നില്ല കേട്ടോ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ എന്ന രീതിയിലായിരിക്കും നമുക്ക് വരിക. ആൻസർ ക്യാൻ ബി റിട്ടൺ എയ്തർ ഇൻ ഇംഗ്ലീഷ്, ഇൻ മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ. ഇംഗ്ലീഷിലോ മലയാളമോ തമിഴിലോ കന്നഡ ഏത് ഭാഷയാണോ നിങ്ങൾക്ക് കൺവീൻ ആ ഭാഷയിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാതെയാണ്. മെയിൻസിന്റെ ഡേറ്റും PSC പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 17-ാം തീയതി 2025 ഒക്ടോബർ 17-ന് പേപ്പർ 1 നടക്കും. അതേ ദിവസം തന്നെ പേപ്പർ 2 നമ്മൾ എന്ത് ചെയ്യും, നടത്തുന്നതായിരിക്കും. പേപ്പർ 3 നടക്കാൻ പോകുന്നത് ഒക്ടോബർ 18 തൊട്ടടുത്ത ദിവസമായിരിക്കും പേപ്പർ 3 എന്ത് ചെയ്യാൻ നടക്കുക. അടുത്തത് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ 45 മാർക്കാണ്. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി 2026 ഇന്റർവ്യൂ നടക്കും. 45 മാർക്കിന്റെ ഇന്റർവ്യൂ. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ പേപ്പർ 1 എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. നമ്മുടെ പേപ്പർ 1 അല്ല, പ്രിലിമിനറി എന്ന് പറയുന്നത് ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. നിങ്ങളുടെ ഫൈനൽ മാർക്കിലേക്ക് നിങ്ങൾ എന്ത് കൂട്ടൂല, നമ്മുടെ പ്രിലിമിനറിയുടെ മാർക്ക് കൂട്ടത്തില്ല. മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് മാത്രമേ നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. പ്രിലിമിനറിയുടെ മാർക്ക് ഉപയോഗിക്കത്തില്ല. ഓക്കെ, അപ്പൊ പ്രിലിമിനറി ജസ്റ്റ് ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് എവിടെയാണ്, മെയിൻസിലും ഇന്റർവ്യൂലുമാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് കേട്ടോ. പ്രിലിമിനറി നിങ്ങൾ കൂടിയ മാർക്ക് വാങ്ങി എന്ന് കരുതി നിങ്ങൾക്ക് അവിടെ പ്രയോജനം, ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. പക്ഷേ മെയിൻസിനും ഇന്റർവ്യൂലും നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും.
ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് സിലബസും നമുക്ക് തന്നിട്ടുണ്ട്. ജനറൽ സ്റ്റഡീസ് 1 പേപ്പർ 1 1.5 മണിക്കൂർ 100 മാർക്കിന്റെയാണ്. നമ്മൾ യൂഷ്വൽ ഉള്ള ആ ഒരു സിലബസ് തന്നെയാണ് നമുക്ക് പറയുന്നത്. ഹിസ്റ്ററി നമ്മുടെ ഇന്ത്യയും കേരളയും പഠിക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ സാലിയൻ ഫീച്ചേഴ്സ്, മിഡീവൽ ഇന്ത്യ, ഏഷ്യൻ ഇന്ത്യയുടെ ഒക്കെ പറയുന്ന ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മോഡേൺ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് അവിടെ ഉണ്ട്. കേരള ഹിസ്റ്ററി 18th സെഞ്ചുറി മുതലുള്ളത് പഠിക്കാൻ പറഞ്ഞാൽ മതി. പിന്നെ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് അത് നമുക്ക് മിഡ് 18th സെഞ്ചുറി മുതലുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഉള്ള സെക്രട്ടേറിയറ്റിന്റെ ഒക്കെ പ്രിലിംസിന്റെ ഒക്കെ അതേ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് വരുന്നത് അല്ലെ. അവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വേൾഡ് വാർ, റീഡ്രോവൽ, നാഷണൽ ബൗണ്ടറീസ്, ഡീകോളനൈസേഷൻ, ഗ്ലോബലൈസേഷൻ, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ഇൻ കേരള എന്ന് പറയുന്നു. കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ഇൻ കേരള എന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ, നമുക്ക് ഈ പറയുന്ന സിവിൽ സർവീസും നമ്മുടെ സിവിൽ സർവീസിന് പഠിക്കുന്ന ആൾക്കാരും KS പഠിക്കുന്ന ആൾക്കാരും നമ്മുടെ PSC ഉദ്യോഗാർത്ഥികളും തമ്മിലുള്ള വ്യത്യാസം, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അവർ ഈ പറഞ്ഞ കേരള അവർ പഠിക്കുന്നില്ലേ, ആരെ പഠിക്കുന്നുള്ളൂ? PSCക്ക് പഠിക്കുന്ന ഉദ്യോഗം. അപ്പൊ നമുക്ക് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അതേസമയം സിവിൽ സർവീസുകാർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ ഓൾറെഡി റൈറ്റിംഗ് എല്ലാം അവരെന്താണ് തഴക്കവും പഴക്കവും ചെന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പൊ രണ്ടുപേരും ഒരു നേരം ബാലൻസിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് കേട്ടോ. അല്ല അവർക്ക് കൂടുതലായിട്ട് എന്താണ് അവസരങ്ങളൊക്കെ കിട്ടും, കൂടുതൽ എന്താണ് ഒരു മുൻഗണനയുണ്ട്, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. രണ്ടുപേരും തുല്യരായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഭാഗത്തിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട് ഒരു വാസ്റ്റ് മേഖല തന്നെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. PSCക്ക് സാധാ PSCക്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു വരുന്നതാ ഈ പറയുന്ന ഇന്ത്യൻ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ട്രീറ്റീസുമായി ബന്ധപ്പെട്ട ഇതൊന്നും നമുക്ക് അവിടെ നമുക്കില്ല. ഇങ്ങനെ ഇവിടെ നമുക്ക് ഈ പറയുന്ന പബ്ലിക് ലിറ്റിഗേഷൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം, അഡ്മിനിസ്ട്രേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട് ഇത് നമുക്ക് കഴിഞ്ഞ കുറച്ച് ഡിഗ്രി മെയിൻസിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്കത് വരുന്നുണ്ട് കേട്ടോ. വിശാലമായ ഒരു മേഖല തന്നെയാണ്. പിന്നെ റീസണിങ്ങും നമുക്ക് കുറെ ഉണ്ട്. അതും നമുക്ക് യൂഷ്വൽ ആയിട്ടൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നമുക്ക് കോഡിങ്, ഡീകോഡിങ്, ഷേപ്സുമായി ബന്ധപ്പെട്ട്, സബ്സെക്ഷൻസുമായി, വെൻ ഡയഗ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ജോഗ്രഫിയും നമ്മൾ യൂഷ്വൽ ആയിട്ടുള്ള സിലബസുകളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് പേപ്പർ 2ലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് എക്കണോമി ആൻഡ് പ്ലാനിങ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് എക്കണോമിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്തുണ്ട് പഠിക്കാനായിട്ട് പേപ്പർ 2 നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിനുള്ള സെയിം സാധനം തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ ഹയർ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ കറണ്ട് ഡിവോഴ്സ് ഇവന്റ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് നല്ലതുപോലെ പഠിക്കണം. ലാംഗ്വേജ് പ്രൊഫഷൻസി, ഇംഗ്ലീഷ് നമുക്ക് ഏകദേശം ഒരു 22 എണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മലയാളം അതേപോലെ പറയുന്നുണ്ട്. പിന്നെ പേപ്പർ 2ന്റെ നമുക്ക് സിലബസ് നമ്മൾ പറയുന്നുണ്ട്. പേപ്പർ മെയിൻസിന്റെ വരുമ്പോൾ അതും ഓരോന്നിന്റെ പേപ്പർ 1 ഏതൊക്കെയാണ് നമുക്ക് ഹിസ്റ്ററി ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്നതിലൂടെ കൾച്ചർ, ഹെറിറ്റേജ്, വേൾഡുമായി കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. പേപ്പർ 2ലേക്ക് വരുമ്പോൾ അത് പേപ്പർ 1 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് എന്തായി മാറിയത്, ഹിസ്റ്ററി മാത്രമായിട്ട് നമുക്ക് മാറുന്നു അല്ലെ. പേപ്പർ 2ലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രിലിംസിന് പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഭാഗങ്ങൾ അതേപോലെ നമുക്ക് പേപ്പർ 2 നമുക്ക് വരുന്നുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് ഇവന്റ്സ് വരുന്നുണ്ട്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 അവിടെ എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രിലിംസിന്റെ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാനായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ എന്തിനു വേണ്ടി പഠിക്കുക, മെയിൻസിന് വേണ്ടി പഠിക്കുക. ഇപ്പൊ നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ ബാച്ച് ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെയാണ് പഠിച്ചത്. നിങ്ങൾ ഒരിക്കലും പ്രിലിംസിന് വേണ്ടി പഠിക്കാതിരിക്കരുത്, മെയിൻസിന് വേണ്ടി പഠിക്കുക. ഇപ്പോഴേ എന്ത് ചെയ്യുക, നോട്ട് മേക്ക് ചെയ്ത് ആൻസർ റൈറ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്താ പറയുക എഫക്റ്റീവ് ആയിരിക്കും. അത് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് ഞാൻ എന്നാൽ മെയിൻസിന് വേണ്ടി പഠിക്കാനിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ റൈറ്റിംഗ് അത്ര ടൈം നമുക്ക് കിട്ടൂല, ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. യെസ്, ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്. പ്രാഥമിക പരീക്ഷ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് മാത്രമായിരിക്കും. പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുവാൻ പരിഗണിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥിക്ക് മുഖ്യ പരീക്ഷയും അഭിമുഖത്തിനും ശേഷം ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് നിർണയം നടത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഡേറ്റും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 9/4/2025 ബുധനാഴ്ച രാത്രി 12 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ PSC നോട്ടിഫിക്കേഷൻ ജനറൽ ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ഇതിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈലം PSC ഈ വരുന്ന മാർച്ച് 12 മുതൽ KSന്റെ
ബാച്ച് നമ്മൾ ആരംഭിക്കുന്നു. ഓഫ്ലൈൻ ഓൺലൈൻ മോഡുകളായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. സൈലം PSCയിൽ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഒരു ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, നമുക്ക് റെഗുലർ ബാച്ചുകളായിട്ടുണ്ട്. പിന്നെ അതേപോലെ വർക്കിംഗ് പ്രൊഫഷണൽസിന് മറ്റൊക്കെ വേണ്ടി ഈവനിങ് ബാച്ചും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ. നമ്മൾ പ്രിലിംസ് പ്ലസ് മെയിൻസ് ഓറിയന്റഡ് എന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ മറ്റു കാര്യങ്ങൾ കൊണ്ടുപോകുക. അത് പ്രിലിംസും മെയിൻസിനും നിങ്ങൾക്ക് എന്താണ് നമുക്ക് സൈലം PSCയിൽ നിങ്ങൾക്ക് വന്ന് പഠിക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളൊരു ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് എന്നൊരു ഇതോടെ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അതിലൊന്നും നിങ്ങൾ യാതൊരു ടെൻഷനും ഒന്നും നിങ്ങൾ വേണ്ട കേട്ടോ. ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച രീതിയിൽ മാറുന്ന PSC പരീക്ഷകൾക്കനുസരിച്ച് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു KS എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സൈലം PSC നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കുന്നത് ആയിരിക്കും കേട്ടോ. ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ അടിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾ 12-ാം തീയതി തുടങ്ങുന്ന ആ ഒരു ബാച്ചിൽ നമുക്ക് കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം, ഒരുമിച്ച് പഠിക്കാം. നമ്മുടെ KSന്റെ കേരളത്തിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആ ഒരു തസ്തികയിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ചുവട് പിടിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.